ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ആയിഷ ആർട്സ് തലശ്ശേരിയിലാണ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടിപ്പത്തിരിയാണ്. അതിന് വേണ്ട ചേരുവകൾ എന്താണെന്നുള്ളിടത്തോളം ഞാനിപ്പം പറഞ്ഞ് കാണിച്ചു തരാം. ആദ്യം വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി അരിഞ്ഞ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 2 സ്പൂണ് മുളക് പൊടിയാണ്. പിന്നെ നമ്മളെ കറി മസാല, കുരുമുളക്, പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്. ഇതാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഇനിയിപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ 2 സ്പൂണ് എണ്ണ വയ്ക്കുന്നുണ്ട്. നല്ല വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് ഞാൻ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വാഴണം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൊടുക്കാം. 2 സ്പൂണ് പച്ചമുളക് ഞാൻ നല്ലോണം അരിഞ്ഞ് വെച്ചതാണ്. ഇനി അടുത്തത് ഇഞ്ചി, 1 സ്പൂൺ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഗരം മസാല, ഇനി 1/2 സ്പൂണ് മുളക് പൊടി, ഇതിലേക്ക് നമ്മൾ ചിക്കന് നുറുക്കി വെച്ചിട്ടുണ്ട്. ആ ചിക്കനൊന്ന് ഇതിൽ ഇടുന്നത്. രണ്ട് കറിവേപ്പില, പുതിന, മല്ലി, 1 സ്പൂണ് ആർക്കേജ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചട്ടിപ്പത്തിരിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഇനി അടുത്തത് ഞാൻ ഇവിടെ മാവ് കുഴച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബൂരിൻ്റെ വലുപ്പത്തിൽ എടുത്താൽ മതി. നല്ലൊരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിലാണ് വേണ്ടത് കേട്ടോ. ചട്ടിപ്പത്തിൻ്റെ കൂട്ടൊക്കെ റെഡിയായി. ചപ്പാത്തി ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. അതൊന്ന് വാട്ടിയെടുക്കണം. ഇത് എടുത്ത് വെച്ചിട്ട് നമുക്ക് നിന്ന് ചെറുങ്ങനെ വാട്ടിയെടുക്കാം. നമ്മൾ ചപ്പാത്തി വാട്ടിയത് തയ്യാറായിട്ടുണ്ട്. ചെറിയ ചൂടിൽ വേണം വാട്ടിയെടുക്കാൻ. അടുത്തത് മുട്ടയാണ്. 5 മുട്ട എടുത്തിട്ടുണ്ട്. നല്ലോണം സ്പൂണ് കൊണ്ട് തന്നെ നല്ലോണം ഉടയ്ക്കണം. കുരുമുളക് പൊടിയാണ്. പാകത്തിന് ഇച്ചിരി ഉപ്പ് ഇടുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്കാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ അടുപ്പിൽ വെക്കുന്നത്. ചെറുങ്ങനൊന്ന് ആദ്യം ചൂട് കാട്ടണം. അടുത്തത് കുറച്ച് എണ്ണ ഇതിലേക്ക്. തീ ഞാൻ കുറയ്ക്കുന്നുണ്ട്. ഓഫാക്കി തന്നെ വെക്കട്ടെ. ഇതിൻ്റെ അകത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ കൂട്ടാണ് ഇടുന്നത്. വീണ്ടും നമ്മളതിൽ ഒരു ചപ്പാത്തി മുക്കിയിട്ട് നല്ലോണം നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലും ഈ മുട്ടൻ്റെ ഇതെല്ലാം ഇതിൽ പിടിക്കുള്ളൂ. ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് നമുക്കിത് വേണമെങ്കിൽ 4 അട്ടി 5 അട്ടിയൊക്കെ ഉണ്ടാക്കാം. നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് അതുകൊണ്ട് മൂടി വെച്ചിട്ട് ഇനി ഒന്ന് ചെറുങ്ങനെ തീ കൊടുക്കുക. ചെറിയ തീയിലാവണം, കരിഞ്ഞും പോകരുത്. ഇനി നമ്മൾക്ക് ഏകദേശം ഇത് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ ഈ പാത്രത്തിലേക്ക് മാറ്റണം. ഇതിനെ നമ്മൾ ഇതിലേക്ക് എടുത്ത് വെക്കട്ടെ. കുറച്ച് എണ്ണ തടവുന്നുണ്ട്. നമ്മൾ നമുക്കിനി ഇതിനെ കട്ട് ചെയ്യണം. ഇതിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മളിതിനെ 4 തുണ്ടാക്കാം. 4 തുണ്ടാക്കണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ തുണ്ടാക്കാം കേട്ടോ. ക്യാരറ്റ് പോള, കായ്പോള അങ്ങനെയുള്ള സംഭവം തന്നെയാണ് ഇത് കേട്ടോ. അതിലിത് നമ്മൾ ചിക്കൻ്റെ അകത്ത്
തയ്യാറാക്കുന്നത് മാത്രം. ഇന്നത്തെ നമ്മുടെ ചട്ടിപ്പത്തിരി തയ്യാറായി. ഇനി അടുത്ത വിഭവമായിട്ട് വരുന്നത് വരെ ബൈ.